ഈ ചരിത്രം അങ്ങനെ ഓർമ്മിപ്പിക്കണം പഠിക്കണം എന്നൊക്കെ ABVPയുടെ പ്രതിനിധി പറയുമ്പോൾ ഭയങ്കര തമാശയായി തോന്നുന്നു. മുഗൾ ചരിത്രം ഇന്ത്യയിലെ കുട്ടികൾ പഠിക്കണ്ടേ? ഗാന്ധിയുടെ വധം ഇന്ത്യയിലെ കുട്ടികൾ പഠിക്കണ്ടേ? ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്ര യുക്തിബോധവും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു കണ്ടെത്തലുമല്ലേ മനുഷ്യൻ്റെ ഉത്ഭവം? അത് കുട്ടികൾ പഠിക്കണ്ടേ? മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് പേര് കേട്ടാൽ വിരളി കൊള്ളുന്ന RSSകാരോട് ഇവിടെ ഇരിക്കുന്ന ABVP ഉൾപ്പെടെയുള്ള സംഘടനയോട് പറയാനുള്ളത് അത് പഠിക്കണ്ടേ? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിക്കണ്ടേ? അതും നിങ്ങൾക്കൊന്നുകൂടി ആവർത്തിച്ച് പറയാൻ കഴിയില്ലേ? 1885 1905 ബംഗാൾ വിഭജനം, 96 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണം, 1915 ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരികെ വരുന്നത്, ഇപ്പോൾ 19 നോക്കുകയാണെങ്കിൽ റൗലത്ത് ആക്ടിനെതിരെയുള്ള നമ്മുടെ സമരം, 20 തൊട്ട് 22 വരെയുള്ള നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം, 30 കാലത്തുള്ള ഉപ്പ് സത്യാഗ്രഹം, 42 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ഇതൊന്നും പഠിക്കണ്ടേ ഈശ്വരപ്രസാദേ? ഇതൊക്കെ പഠിക്കാൻ നിങ്ങളെന്താ ഇതുവരെ പറയുന്നതോ ആഹ്വാനം ചെയ്യുന്നതോ കണ്ടിട്ടില്ലല്ലോ. ഇവിടെയൊക്കെ ഇന്ത്യ ചരിത്രം 1857 തൊട്ട് 47 വരെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇവിടെ എവിടെയും സംഘപരിവാറിൻ്റെ പേരില്ല. പക്ഷേ എവിടെ പേരുണ്ട്? 1947 ഓഗസ്റ്റ് മാസം 14 ഇന്ത്യ രാജ്യത്ത് നടന്ന വിഭജനവുമായി ബന്ധപ്പെട്ട് കലാപത്തിൽ RSSൻ്റെ പേരുണ്ട്. ഒരു ഭാഗത്ത് കലാപം നടത്തിയതിൽ RSS ഉണ്ട്.